കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിന് സമീപം നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി എലാഞ്ചറാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട രണ്ടുപേരെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് കെട്ടുമ്പോഴേ ഞങ്ങൾ കൊടുത്തത്, ഇവിടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇടിയും എന്നുള്ളത് അതായത് ചെടി മണ്ണാണെന്ന്. 11 മണിയോടെയായിരുന്നു അപകടം. ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ സ്വകാര്യ കമ്പനി വലിയ തോതിൽ മണ്ണെടുപ്പ് നടത്തിയ സ്ഥലം ഇടിഞ്ഞു വീണു. നിർമ്മാണ തൊഴിലാളികളായ 3 പശ്ചിമബംഗാൾ സ്വദേശികൾ ജോലിയിലുണ്ടായിരുന്നു. 2 പേർ ഓടി രക്ഷപ്പെടുന്നതിനിടെ പരുക്കേറ്റു. 30-കാരൻ എലാഞ്ചർ മണ്ണിലകപ്പെട്ടു. ഫയർഫോഴ്സ് 2 മണിക്കൂർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം പുറത്തെടുക്കാനായത്. നിർമ്മാണ കമ്പനിയോട് ജോലി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി കോർപ്പറേഷൻ കൗൺസിലർ സുജാത പറഞ്ഞു. ഇവർ മണ്ണ് ഡീപ്പായിട്ട് എടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഇടപെടുകയും നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മണ്ണെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കുറച്ച് ഒരു മണ്ണ് വീണ സമയത്തിന് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഇനി ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല, നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. 5 അടി വീതിയുള്ള റോഡ് ഉൾപ്പെടെയാണ് നിലം പൊത്തിയത്. MLA അഹമ്മദ് ദേവർകോവിൽ, CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് എന്നിവർ സ്ഥലത്തെത്തി. പരിപൂർണമായി മറച്ചുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കൽ ആളുകൾക്ക് വ്യക്തമായി ഇതിനകത്തുനിന്ന് നടക്കുന്നത് അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചു. കാരണം മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇടിയുമോ എന്ന് ഭയമുള്ളത് കൊണ്ട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലില്ലാതെ അശാസ്ത്രീയമായി നടത്തിയ മണ്ണിടിച്ചിലാണ് അപകടത്തിലേക്ക് നയിച്ചത്. ചികിത്സയിലുള്ള അലക്സ്, ആബേൽ എന്നിവരുടെ പരുക്ക് ഗുരുതരമല്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.